നിത്യജീവിതം ദുരിതത്തിൽ കാരണം വിലക്കയറ്റം തന്നെ. പൊതുജന അഭിപ്രായങ്ങളിലേക്ക്. ചേച്ചി എവിടെയാ സ്ഥലം? എവിടെയാ? പാലക്കാട്. പാലക്കാട് വിലവർധനവുണ്ടോ നിത്യോപയോഗ സാധനങ്ങൾക്ക്? നല്ല വിലവർധനയാണോ? കേരളത്തിൽ മൊത്തം വിലവർധനയാണ്. എങ്ങനെ പോകുന്നു ജീവിതം? തട്ടിമുട്ടിയും പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. എല്ലാ സാധനങ്ങളും വില വർദ്ധിച്ചു. എന്താണ് കാര്യം? ചോദിച്ചോ, നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില വർദ്ധിച്ചു. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെയായാൽ ഞങ്ങൾ പണിയെടുത്ത് കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് ഇപ്പൊ നമുക്ക് ചെലവ് വരുന്നത്. നമുക്ക് താങ്ങാനാവില്ല. നിത്യ വരുമാനക്കാരന്റെ അവസ്ഥ ദുരിതമായി അല്ലേ? വളരെ കഷ്ടത്തിലാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ നമുക്ക്? എന്താ ചെയ്യാ? സാധനങ്ങളുടെ വില കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വരുമാന മാർഗം കണ്ടെത്തണം. നമ്മൾ സർക്കാർ ഇടപെടണം. തീർച്ചയായും സർക്കാർ ഇടപെടേണ്ട മേഖലയാണ് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങൾ. അവിടെയൊന്നും സാധനങ്ങളില്ല. ഉള്ള സാധനങ്ങൾക്ക് അതിനധികം വില വർധനയുണ്ട്. അതെങ്ങനെ ഞങ്ങൾ മേടിക്കും? ഞങ്ങൾക്ക് അതിന് സാധിക്കില്ല. ജീവിതം വളരെ വഴിമുട്ട് പോവുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നമ്മളെ ആഹാരം. അവിടെ നിന്ന് വരാതായാൽ നമ്മൾ എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് മരിക്കും. തീർച്ചയായും. അപ്പോൾ സർക്കാരിന് നമ്മുടെ അടുത്ത് ഒരു ബാധ്യതയില്ലെന്നാണോ? തീർച്ചയായും. ഈ കണക്കിന് പോവാണെങ്കിൽ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാർ ഇടപെടണം. എങ്ങനെ ഇടപെടണമെന്നാണ്? GST ഒക്കെ കുറയ്ക്കണം. പെട്രോളിന് ആദ്യം വില കുറയ്ക്കണം. ഗ്യാസിന് വില കുറയ്ക്കണം. ഗ്യാസിന് കുറച്ചുണ്ട്. ഇതിപ്പോ ഇലക്ഷൻ കഴിയുമ്പോൾ കൂട്ടും അല്ലേ? ഇടവില എന്താ? അരി 1 കിലോ അരി മേടിക്കാൻ 50 രൂപയപ്പോ. ഞങ്ങളെ പോലുള്ളവർക്ക് എങ്ങനെ സാധിക്കും ജീവിക്കാൻ? പറ്റില്ല. അപ്പോൾ വില കുറയ്ക്കുക, അതിനുള്ള വരുമാന മാർഗങ്ങൾ, കൂടുതൽ തൊഴിൽ ചെയ്യാൻ. വില കുറയ്ക്കണമെങ്കിൽ സാധാരണ സർക്കാർ ഏജൻസികൾ വില കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാനുള്ള ഏജൻസികളാണ് സപ്ലൈകോ, ത്രിവേണി, നീതി സ്റ്റോറുകളൊക്കെ. അവിടെ ഒന്നും സാധനങ്ങൾ സർക്കാർ ഇല്ല. അവിടെ അവർ കൊടുത്ത സാധനങ്ങൾ കൊടുത്ത ആൾക്കാർക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ പിന്നെ സാധനം വരാത്തതുകൊണ്ടാണ് പറഞ്ഞേക്കണം. അപ്പൊ പിന്നെ സർക്കാർ നമ്മളെ സഹായിക്കുകയാണ് ദ്രോഹിക്കുകയാണ്? വീട്ടമ്മമാരെന്നുള്ള നിലയിൽ ദ്രോഹിക്കുകയാണെന്ന് ശക്തമായിട്ട് പറയാൻ കഴിയുമോ? പിന്നെന്താ, തീർച്ചയായും പറയാൻ പറ്റും. ഉറപ്പാണ്. നമ്മൾ രണ്ടാമതും അധികാരത്തിൽ കയറ്റിയ സർക്കാരാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളത് ചെയ്തത്. തുടർഭരണം പ്രതീക്ഷയോടെ ഞങ്ങളത് ചെയ്യുന്നതെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല. തിരിച്ച് താഴെ ഇറക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ഇതിനു വേണ്ടി എന്തെങ്കിലും മാറ്റം വന്നേ പറ്റൂ. മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിർബന്ധമായ മാറ്റം വേണം. ഇനിയെങ്കിലും മാറ്റം വരണം. വന്നേ കഴിയും. ശക്തമായ ഒരു പ്രതിഷേധം രംഗത്ത് വരുമോ? പിന്നെന്താ, ജനങ്ങള് തീർച്ചയായും ജനങ്ങൾ ഇറങ്ങും. വരും. ഉറപ്പാണ്. ഇവിടെയോ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട് വിലവർധനവും? വിലവർധനം പാവങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അരിക്കൊക്കെ 55 രൂപയായി, 52 രൂപയായി. 1 കിലോ 1.5 കിലോ അരി ഒരു നേരത്തിന് വേണ്ടവരൊക്കെ പട്ടിണിക്കാരൊക്കെ കഷ്ടത്തിൽ തന്നെ. പിന്നെ അതിന് വേണ്ടുന്ന ഒരു കറി ഉണ്ടാക്കണ്ടേ, അതിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതിനനുസരിച്ചിട്ട് പണിയുമില്ല, തൊഴിലുമില്ല. പാവങ്ങൾക്കൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സാധാരണക്കാരനെ, നിത്യ വരുമാനക്കാരനെ ഇതെങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? അങ്ങനെയാണ്. കുട്ടികളുടെ പഠിപ്പിക്കാനും വഴിയില്ല, ഭക്ഷണം കൊടുക്കാനും വഴിയില്ല. നാട്ടിലൊക്കെ തീ പിടിച്ച വിലകളുമായി എന്താ ചെയ്യുക? സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല. വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടാണ്. എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വില, നല്ല വില. അങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ഗ്യാസിന് വില കൂടി. ഗ്യാസിന് ഇരട്ടി വില. ഗ്യാസ് തുടക്കത്തിലൊക്കെ കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു. വീണ്ടും കൂടി. ഇനിയും കൂടുമെന്നാ പറയണേ. കൂടും. പിന്നെ ഗ്യാസ് എടുത്തിട്ട് അത് പിന്നെ പെരുമാറിയവർക്ക് ഗ്യാസ് ഇല്ലാണ്ട് കഴിയാനും പറ്റാണ്ടായി. ഇപ്പോൾ ഉള്ള പെമ്പിള്ളേർ നമ്മളെപ്പോലെ ഒന്നും വിറകിനൊന്നും പോവില്ല. അവരൊരു ഗ്യാസ് എടുക്കും, അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസില്ല പറഞ്ഞാൽ ഗ്യാസില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അടുക്കളയില്ല. പിന്നെ ആണുങ്ങൾ കൊണ്ടുവരട്ടെ, ആണുങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടുവന്നിട്ട് ഗ്യാസ് നിറച്ച് ചോറ് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങൾ. അങ്ങനെ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്നാണ് പറയുന്നത് പാവപ്പെട്ടവർക്ക്. വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട്. എന്ത് പറയണ ഇവിടെ
വിലക്കയറ്റം എങ്ങനെയുണ്ട്? അതുപോലൊക്കെ തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ പറഞ്ഞു. എങ്കിലും പറയാമല്ലോ, നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥകൾ പറയാം നമുക്ക്. അതന്നെ എന്താ ഇനി പറയാ, പറഞ്ഞോളൂ. പാലക്കാട് എങ്ങനെയുണ്ട് വിലക്കയറ്റം? പാലക്കാട് എല്ലാവിടെയും വിലക്കയറ്റം വലിയ ബുദ്ധിമുട്ട് തന്നെ. അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. പാവപ്പെട്ടവർക്ക് തീരെ ജീവിക്കാൻ വയ്യാണ്ടായി. അത് തന്നെ. എല്ലാ ഉപ്പിനും മുളകിന് എല്ലാത്തിനും വില ഉപ്പിന് മാത്രമേ. പയറിന് എന്താ വില? പയറിന്റെ വില ഗ്യാസ് കാരണം മേടിക്കാറില്ല. ഗ്യാസ് കാരണം പയർ മേടിക്കാറില്ല. എല്ലാ സാധനങ്ങളും വില കൂടിയാ. വില കൂടുതൽ തന്നെ. ഇപ്പം ഞങ്ങളോട് ഇത് മേടിച്ചോണ്ട് പോയാൽ ഞങ്ങൾക്ക് വല്ലതും സഹായം തരുമോ? സർക്കാർ സഹായം തരും. സർക്കാർ ഇടപെടുമല്ലോ. സർക്കാരല്ലേ ഇതിൽ വില കുറയ്ക്കേണ്ടത്. പച്ചക്കറിക്ക് മാത്രമേ ഇത് സഹായം. പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത്. അത് മാത്രമേ ഇത് സഹായമുള്ളൂ. അതാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത്. ബാക്കിയുള്ള സാധനങ്ങൾ 2 മാസം കഴിഞ്ഞാ ശബരിമല കാലം വന്നാൽ പിന്നെ പച്ചക്കറിക്ക് ഒരു അളവുമില്ല. ഇതിപ്പോ വില കൂടും, വീണ്ടും കൂടും. ഇതിപ്പോ ലെക്കിൽ ഇങ്ങനെ വണ്ടിക്കാരന്മാര് അവർക്ക് സഹായത്തിൽ കിട്ടിയ നമുക്ക് ഇത്തിരി സഹായത്തിൽ തരും. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെ കൊള്ള വിലക്ക് തന്നെ കൂടും. ഇനിയും കൂടുമെന്നാണ് പറയണേ. വില കൂടും, ഇനിയും വില കൂടുന്ന പറയണേ. സാധാരണക്കാരന് ജീവിക്കാൻ വയ്യല്ലോ. അപ്പോഴും ബുദ്ധിമുട്ടായി. ഇവിടെയോ ഒരാളും തരില്ല. വെറുതെ പറയാൻ സഹായം ഗവൺമെന്റ് തരുന്നു. 10-20 കൊല്ലമായി വീട്ടിലിരിക്കുന്നു. നമുക്ക് 10 പൈസക്ക് ഉപകാരമില്ല. ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടുവന്ന് അരക്കഞ്ഞ് കുടിച്ച് പോകുക, അല്ലെങ്കിൽ പശുനി കിടക്കുക. അത്രയും സർക്കാർ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ തരുന്നില്ലേ? സബ്സിഡി മാവേലി സ്റ്റോറിൽ തീരെ വരവേ ഇല്ല. ഇപ്പോൾ അതാണ് സബ്സിഡി കിട്ടുന്നത്. മാവേലി സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലെന്നാണോ? ഒന്നുമില്ല. എന്താണ് ഇല്ലാത്തത്? 2 ആഴ്ചയായിട്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. മാവേലി സ്റ്റോറി ഒരു സാധനമില്ല. ഒന്നുമില്ല. പക്ഷെ ഉണ്ടെന്നാണല്ലോ പറയണേ. എല്ലാ സാധനവും ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് കഴിഞ്ഞു, തീർന്നു. പക്ഷെ പിന്നെ കൊണ്ടുവന്നില്ല. കൊണ്ടുവരും. ഇടക്കാലത്ത് വല്ല വരുമോ? ദൈവത്തിന് അറിയാം, അവർക്കും അറിയാം, നമുക്കറിയില്ല. അകത്തിരിക്കുന്നവരെന്ത് പറഞ്ഞിട്ട് അറിയാം. നമ്മ അവിടേക്കും പോക്കില്ല, മണ്ടാണ്ട് വീട്ടിലിരിക്കും. മുഖ്യമന്ത്രി സ്ഥലത്തില്ല, ഇന്തോനേഷ്യയിലാണ്. 16 ദിവസം ലീവിന് പോയിരിക്കുക. നമ്മളെന്ത് ചെയ്യും? ആരോടത്ത് പരാതി പറയും? ആരടുത്ത് പരാതിയില്ല. ഞങ്ങള് നിസ്സഹായരാണ്. അതിലും സഹായരാ ഞങ്ങള് നാട്ടുകാരെ കേൾപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു വർഷം മുരിക്കുന്നുള്ളൂ. എനിക്ക് തരാം. താങ്ക് യു. അത് മേടിച്ച് തിന്നിട്ട് താങ്ക് യു പറഞ്ഞിട്ട് വാങ്ങിച്ചോ. ശരി, അപ്പോൾ ശക്തമായിട്ട് പ്രതിഷേധിക്കണം നമ്മളൊക്കെ വിലവർദ്ധനവിനെതിരെ. അടുത്ത് വീണ്ടും നമ്മൾ സർക്കാർ വരണോ? വീണ്ടും സർക്കാർ വന്നിട്ട് ഇത്രയും കൊല്ലം 50 കൊല്ലം 60 കൊല്ലം സർക്കാർ വന്നിട്ട് നമുക്കൊരു ഉപകാരം. 75 വയസ്സായി. ചാകുന്നതിന് മുമ്പ് വരുമോ? വരും, ഉടൻ വരും. അവര് വരും. മകുന്തരം നോക്കിയിട്ട് ആൾ തൂക്കം നോക്കിയിട്ട് മെമ്പർമാരെ ഏൽപ്പിക്കും, അവർ കൊടുക്കും. നമ്മ ചൊളുക്കൻ ഇരിക്കുക തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഇത് എത്രയും പറയാനില്ല. സാധനങ്ങളൊക്കെ നല്ല ലാഭത്തിനല്ലേ ഇപ്പൊ കിട്ടണത്. അവിടെ നിന്ന് വരുന്ന അത്രയും വിഷം കൊണ്ട് നിറഞ്ഞ സാധനങ്ങളാണ്. വെറുതെ കുറേ പേരയുടെ വരുന്നാലും അങ്ങനെയൊക്കെ അല്ലേ ചെയ്ത് പോകണുള്ളൂ. തൊഴിലുറപ്പിലായിരുന്നാലും അങ്ങനെയുള്ള പണികളെ നടക്കുന്നുള്ളൂ. ഇതുകൊണ്ട് കായില്ല. സർക്കാർ ഇടപെട്ട് സബ്സിഡി. ഇപ്പം സപ്ലൈകോയിൽ സാധനമല്ല, ത്രിവേണി സ്റ്റോറുകളിൽ സാധനമില്ല. ത്രിവേണി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. ഈ അവസ്ഥയിലാണ് പിന്നെ സബ്സിഡി. അപ്പം ഇത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ ത്രിവേണി സ്റ്റോറുകളിലും സപ്ലൈകോയിലും ഒക്കെ അവർക്ക് കൊടുക്കേണ്ട കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് അവർ സാധനം കൊടുക്കാത്തത്. അപ്പോൾ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അന്യ സംസ്ഥാനക്കാരെ സഹായിക്കാനെന്നുള്ള സംശയം അവിടെ വരികയില്ലേ. അപ്പോൾ അവരുടെ സാധനങ്ങൾ ഇവിടെ അവർ നിശ്ചയിക്കുന്ന വിലയിൽ വിറ്റുപോകും എന്നുള്ളതുകൊണ്ട് കമ്മീഷൻ. അപ്പോൾ അവർ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾക്ക് അവർക്ക് അധികം കമ്മീഷൻ കിട്ടും. അതിപ്പോൾ ഒരു ദിവസം നമ്മൾ വാർത്തയിലാണെങ്കിലും കാണും, പിന്നെ അതോടെ അങ്ങ് പോകും. ആ പ്രതിഷേധം ആ ഒറ്റ ദിവസം കൊണ്ട് പോകും. പട്ടിണിയുടെ കാലം വരുന്നു. അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ഭക്ഷണങ്ങളെ ആശ്രയിച്ച് എത്ര കാലം ജീവിക്കും? സർക്കാർ ഇടപെട്ടേ മതിയാകൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.